അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക IPCNA സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പിന്നീട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകും എന്നൊരു ചൊല്ല് വളരെ കാലമായിട്ടുണ്ട്. അത് ഞങ്ങൾ അനുഭവത്തിൽ കാണാറുമുണ്ട്. 2013 സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇപ്പം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. അന്ന് പങ്കെടുത്ത മറ്റൊരാളായിരുന്നു KN ബാലഗോപാൽ. അന്ന് അദ്ദേഹം MP ആയിരുന്നു. പിന്നെ ഇവിടുന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മന്ത്രിയായി. 10 വർഷം മന്ത്രിയായിരുന്നു. VT ബലറാം മന്ത്രി ആയിട്ടില്ല, പക്ഷേ മന്ത്രിയാകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നു. അപ്പോൾ അന്ന് മാത്യു കുഴൽനാടൻ, അതുപോലെ തന്നെ സുമേഷ് അച്യുതൻ എന്നിവരും ഇവരുടെ കൂടെ വന്നിരുന്നു. അവർ രണ്ടുപേരും MLA-മാരല്ലായിരുന്നു അന്ന്, പക്ഷേ പിന്നീട് അധികം താമസിയാതെ MLA-മാരായി. അതുപോലെ പിന്നീടുള്ള സമ്മേളനങ്ങളിലൊക്കെ വന്നിട്ടുള്ള MP രാജേഷ്, P രാജീവ് ഇവരൊക്കെ മന്ത്രിമാരായി. ഇനി MLA-യോ മന്ത്രിയോ ഒന്നുമല്ലാതെ ഒരു വെറും പത്രക്കാരിയായിട്ട് വന്ന പത്രക്കാരി എന്ന നിലയിൽ ഇന്ത്യ പ്രസ് ക്ലബ്ബ് അവാർഡ് നൽകി ആദരിച്ച വീണ ജോർജ് പിന്നീട് MLA ആയി, മന്ത്രിയായി. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നവരെല്ലാം രക്ഷപ്പെടുന്നു, നല്ല നിലയിലേക്ക് എത്തുന്നു. ഇനിയിപ്പം മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവർ നമുക്കറിയാം. മാത്യു കുഴൽനാടനുണ്ട്, അതുപോലെ തന്നെ മാണി സി കാപ്പനുണ്ട്, റോജി ജോണുണ്ട്. ഇവരൊക്കെ മന്ത്രിമാരാകാൻ സാധ്യതയുള്ള ആളുകളാണ്. ഇങ്ങനെ പല ആളുകൾ. അപ്പോൾ ഇവിടെ വന്ന ഈ പലരും MLA ആയിട്ടും അല്ലാതെയും ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഓണറബിൾ സതീശൻ്റെ കാര്യവും ഇപ്പം ഓണറബിൾ ചേർക്കണമല്ലോ. നമ്മളിപ്പം മുഖ്യമന്ത്രിയെ മന്ത്രിമാരെയൊക്കെ വെറും VD സതീശൻ എന്നൊക്കെ പറയാമോ എന്ന് ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാന്യ എന്ന് ചേർക്കണമെന്നാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഉത്തരവിട്ടത്. അപ്പം ബഹുമാന്യ മുഖ്യമന്ത്രി എങ്ങനെയായിക്കോട്ടെ. അതുപോലെ തന്നെ ഈ നിയുക്ത മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്ന ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ കേരള കൺവെൻഷനിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. അവിടെ അവാർഡ് കൊടുക്കുന്നതിനുമൊക്കെ സജീവമായിട്ട് മുൻനിരയിലുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. ഇതേവരെ ജനകീയനായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ആക്സസ് കുറയും, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കുള്ള ആക്സസ് കുറയും. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് 100,000 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരോടും പഴയ രീതിയിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഒരാൾക്ക് ചെയ്യാവുന്നതിന് ഒരു പരമാവധിയുണ്ട്. അപ്പോൾ ഈ ആളുകളും അതനുസരിച്ച് ഒരാൾ സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അതനുസരിച്ചുള്ള ആദരവും അകർച്ചയും നമ്മളും കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ആ പഴയ സൗഹൃദം വെച്ചുകൊണ്ട് ഏതോ സിനിമയിൽ പറയുന്ന പോലെ ഈ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടറായിരുന്നു. അതുകൊണ്ട് അന്ന് കൂടെ ബസ് കണ്ടക്ടറായിരുന്ന ആളുകൾ എടാ രജനീകാന്ത് എന്നും പറഞ്ഞ് ചെല്ലുമോ എന്ന് ഏത് സിനിമയിലാന്ന് ഉദയനാണ് താരം എന്ന് അതിലാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ പഴയ വലിയ സുഹൃത്തും നമ്മുടെ കൂടെയുള്ള ആയിരുന്നു എന്ന് പറയുമ്പോഴും ഈ സ്ഥാനങ്ങളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രൈവസി, അവരുടേതായ പ്രശ്നങ്ങളുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പഴയ രീതിയിൽ തന്നെ നമ്മളോട് പെരുമാറണമെന്ന് ശടിക്കുന്നതും ശരിയല്ല. കാരണം അവരുടെ ആ സ്പേസ്, അവരുടെ ആ സ്ഥാനത്തെ അംഗീകരിക്കാനായിട്ട് നമ്മളും തയ്യാറാകേണ്ടതുണ്ട്. എന്തായാലും VD സതീശനെ പറ്റിയുള്ളൊരു നമ്മുടെ ഒരു നിരീക്ഷണം, ആ നിരീക്ഷണം നാളെ എത്ര കണ്ട് ശരിയാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പലരെ പറ്റി നമ്മളിങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇവർ വലിയ ജനകീയനായിരിക്കും, വലിയ രീതിയിൽ നമ്മളോട് പെരുമാറുമെന്നൊക്കെ. പക്ഷേ പിന്നീട് അവർ മാറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇദ്ദേഹം അങ്ങനെ ആയിരിക്കില്ല എന്നാണ് നമ്മൾക്ക് ഇതേവരെ തോന്നിയിരിക്കുന്നത്. അങ്ങനെ മാറുന്നതിൽ തെറ്റൊന്നുമില്ല. ഓരോരുത്തർക്കും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ, മാറാതിരിക്കുന്നതാണ് തെറ്റ്. അപ്പോൾ അത് നമ്മളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയിൽ പ്രസ് ക്ലബിന് വലിയ സന്തോഷമുണ്ട്. ഇവിടെ വരുന്ന ആളുകൾ ഇങ്ങനെ ഓരോരോ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്ന് കാണുന്നത് അതിനേക്കാൾ വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇനിയും IPCNAയുടെ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ വരട്ടെ. ഇവിടെ അമേരിക്കൻ മലയാളികളൊക്കെ കാണാനായിട്ട് വീണ്ടും വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തെ അന്ന് മറ്റേ MLA-മാരൊക്കെ ആയിട്ട് മാത്യു വർഗീസും മറ്റും നയാഗ്രയ്ക്ക് പോയെന്ന് ഞാൻ ഓർക്കുന്നത്. പക്ഷേ VD സതീശൻ പോയില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വന്നതുപോലെ തോന്നുന്നു. എന്തായാലും പുതിയ നിയുക്ത മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം വീണ്ടും വരട്ടെ, ഞങ്ങളുടെ സമ്മേളനങ്ങളെ വളരെ സജീവമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അന്നത്തെ പ്രസംഗത്തെ പറ്റി കൂടി ഒരു 2 വാക്ക്. അന്ന് VT ബാലറാം ആയിരുന്നു കുറേ കൂടെ ശ്രദ്ധേയനായ നേതാവെന്ന് തോന്നുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിൽ ഈ ഫ്യൂഡലിസത്തിൽ നിന്ന് ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് മാറി വരുന്നതേ ഉള്ളൂ, മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മതമാണ് ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഗവൺമെൻറ് മാത്രമല്ല ഈ ഓർഗനൈസ്ഡ് മതം. ഈ കേരളത്തിൽ
ഈ ആറ്റുകാൽ പൊങ്കാല ഒരു ചെറുകിട ഉത്സവമായിരുന്നു അത്. പക്ഷേ ചാനലുകളെല്ലാം കൂടി അതൊരു വലിയ മഹാസംഭവമാക്കി. അതുപോലെ തന്നെ അക്ഷയ തൃതീയ ഒരു ഈ ജുവലറിക്കാരുണ്ടാക്കി എടുത്ത ഒരു പ്രസ്ഥാനമാണ്. അതങ്ങ് വലിയ വളർച്ചയെത്തി. ഇതിനെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഈ ആൾദൈവങ്ങൾക്ക് വരെ ചാനലുകളുണ്ട്. അപ്പം മാധ്യമങ്ങളാണ് അജണ്ട നിശ്ചയിക്കുന്ന ഈ രീതിയിൽ സംസാരിച്ചു. അപ്പം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വി.ഡി. സതീശൻ പറഞ്ഞത് ഇങ്ങനെ മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിക്കുന്ന ആ സ്ഥിതി മാറണം. അത് രാഷ്ട്രീയക്കാരുടെ ഒരു കഴിവുകേട്, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് കുറവ് കൊണ്ടാണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞില്ല. രാഷ്ട്രീയ നേതൃത്വം ശരിക്കും നയിക്കുന്നവർ ആകാത്തതാണ് മാധ്യമങ്ങൾക്ക് പിന്നാലെ പോകേണ്ട സ്ഥിതി ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണം സോളാർ വിഷയം തന്നെ. 4 മാസം കഴിഞ്ഞിട്ടും അതിൽ ചുറ്റിക്കറങ്ങുന്ന മാധ്യമങ്ങളെ അതിൽ നിന്ന് മാറ്റാൻ രാഷ്ട്രീയ നേതൃത്വത്തിനാകുന്നില്ല. രാഷ്ട്രീയ അജണ്ട രാഷ്ട്രീയ നേതൃത്വം തന്നെ നിശ്ചയിക്കണം. അതുപോലെ ഒട്ടപ്പാടിയിൽ കുറേ ശിശുക്കൾ മരിച്ചു. അത് ശിശുമരണങ്ങളല്ല, കൊലപാതകമാണെന്ന് ഞാൻ കരുതുന്നു. അവിടെ സംവിധാനങ്ങൾ കുറവില്ല, പക്ഷേ അത് എത്തേണ്ടടുത്ത് എത്തിയില്ല. അപ്പോൾ കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കണം. പണ്ടൊക്കെ വിശപ്പ് മാറിയാൽ ദാരിദ്ര്യം മാറി എന്ന് കരുതുമായിരുന്നു. എന്നാൽ നല്ല വെള്ളം കിട്ടിയില്ലെങ്കിൽ, നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലെങ്കിൽ, നല്ല ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളില്ലെങ്കിൽ അതൊക്കെ ദാരിദ്ര്യ ലക്ഷണമാണ്. സമുദായങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ആർക്കും ആവുന്നില്ല. മുട്ടുവിറയ്ക്കും. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ സമുദായ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന സ്ഥിതി വന്നു. സമുദായങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന രീതിയാണിപ്പോൾ. അത് മാറിയേ തീരൂ, സതീശൻ പറഞ്ഞു. അപ്പം അദ്ദേഹം വളരെ ഫയർ ബ്രാൻഡായിരുന്നു ആ കാലത്തും. അപ്പോൾ ആ ഫയർ ബ്രാൻഡ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടും നമുക്കറിയാം. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു.